Once again, welcome back to virtual teaching. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോർപ്പറേറ്റ് റെഗുലേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ CRAയിലെ സെക്കൻഡ് മൊഡ്യൂളാണ് ഫോർമേഷൻ ഓഫ് എ കമ്പനി. The following are the various stages in the formation of a company. ഒരു കമ്പനി ഫോം ചെയ്യുമ്പോൾ അത് കടന്നു പോകുന്ന വേരിയസ് സ്റ്റേജസ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് പ്രൊമോഷൻ, സെക്കൻഡ് വൺ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഓർ ഇൻകോർപ്പറേഷൻ, തേർഡ് വൺ റേസിംഗ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഫോർത്ത് വൺ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. ഈ 4 സ്റ്റേജസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പനി ഫോം ചെയ്യുന്നത്. സ്റ്റേജസ് ഡിസ്കസ് ചെയ്യുന്ന മുമ്പ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ വേറൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതാണ് ബോഡി കോർപ്പറേറ്റ്. എന്താണ് ബോഡി കോർപ്പറേറ്റ് നോക്കാം. ബോഡി കോർപ്പറേറ്റ് ബോഡ്ലി മീൻസ് എ കോർപ്പറേറ്റ് എൻറ്റിറ്റി വിച്ച് ഹാസ് എ ലീഗൽ എക്സിസ്റ്റൻസ്. ലീഗൽ എക്സിസ്റ്റൻസ് ഉള്ള ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റിയാണ് ബോഡി കോർപ്പറേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എ ബോഡി കോർപ്പറേറ്റ് ഓർ കോർപ്പറേഷൻ ഇൻക്ലൂഡ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. എന്തായിരിക്കണം, ബോഡി കോർപ്പറേറ്റോ അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ അത് ഏത് കമ്പനിയാണ്? എ കമ്പനി വിച്ച് ഈസ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയുടെ പുറത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി ആയിരിക്കും എന്ത് ബോഡി കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് ഹൂ ഈസ് എ പ്രൊമോട്ടർ. ആരാണ് പ്രൊമോട്ടർ നോക്കാം. The expression promoter is used to refer to a person who does all the preliminary work needed for the formation of a company. ഒരു കമ്പനി ഫോം ചെയ്യാൻ വേണ്ടി ഏറ്റവും ആദ്യത്തെ കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിനെ, ഒരു പേഴ്സണെ നമ്മൾ പ്രൊമോട്ടർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഹീ ഈസ് എ പേഴ്സൺ ഹു ബ്രിങ്സ് എ കമ്പനി ഇൻ ടു എക്സിസ്റ്റൻസ്. അദ്ദേഹം ആ ഒരു പേഴ്സണാണ് കമ്പനീനെ എക്സിസ്റ്റൻസിലേക്ക് കൊണ്ടുവരുന്നത്. It is a short and convenient way of designating those who set in motion the process of formation of a company. എന്താണ്, ആ ഒരു കമ്പനി ഫോർമേഷനിലേക്ക് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് എന്ത്, പ്രൊമോട്ടർ എന്നത്. ഇനി പ്രൊമോട്ടറിൻ്റെ വേരിയസ് ഡെഫിനിഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. 2 ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ. Who has been named as such in a prospectus or in identified by the company in the annual return referred to in section 92. ഈ പ്രൊമോട്ടർ എന്ന് പറയുമ്പോൾ അദ്ദേഹം നമുക്ക് എവിടെ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? മീൻസ് എ പേഴ്സൺ ഹു ഇസ് നെയിംഡ് ഇൻ പ്രോസ്പെക്ടസ്. കമ്പനി എപ്പോഴും ഒരു പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യും. പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാഗസീൻ ആയിരിക്കാം, ഒരു ഡോക്യുമെൻ്റ് ആയിരിക്കാം. അത് ഇഷ്യൂ ചെയ്യുന്നത് നമ്മുടെ കമ്പനിയുടെ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി പബ്ലിക്കിലേക്ക് ഷെയർ ഇഷ്യൂ ചെയ്യും. ഇൻ ദ കേസ് ഓഫ് പബ്ലിക് കമ്പനീസ് ആണെങ്കിൽ അതിലേക്ക് ചെയ്യാൻ പറ്റില്ല, പ്രൈവറ്റ് കമ്പനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ പ്രോസ്പെക്ടസ് ഉണ്ടാക്കുമ്പോൾ അതിലൂടെ കമ്പനിയുടെ നെയിമും ഡീറ്റെയിൽസും അതുപോലെ തന്നെ അവർ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് ഏതൊക്കെയാണെന്നോ അതിൻ്റെ റേറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു പ്രോസ്പെക്ടസിൽ ഇങ്ങനത്തെ ഒരു പേഴ്സൻ്റെ നെയിം ഇസ് എ പ്രൊമോട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്തായിരിക്കും, ആ കമ്പനിയുടെ പ്രൊമോട്ടർ ആയിരിക്കും. അല്ലെങ്കിൽ ഹി മസ്റ്റ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ബൈ ദ കമ്പനി. എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ഇൻ ദ ആനുവൽ റിട്ടേൺ എന്താണ്, ആനുവൽ റിട്ടേണിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ പ്രോസ്പെക്ടസ് നെയിം ഉണ്ടെങ്കിൽ അങ്ങനെയായിരിക്കും നമ്മൾക്ക് പ്രൊമോട്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. രണ്ടാമത്തെയാണ് ഹു ഹാസ് കൺട്രോൾ ഓവർ ദ അഫെയർസ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ അഫെയർസിൽ, കമ്പനിയുടെ കാര്യങ്ങളിൽ കൺട്രോൾ ഉണ്ടാവണം. അത് ഈസ് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. ഡയറക്റ്റ്ലി ആവാം അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ആവാം. വെദർ സച്ച് ആസ് എ ഷെയർ ഹോൾഡർ, ഡയറക്ടർ ഓർ അതർവൈസ്. ചിലപ്പോൾ ഒരു ഷെയർ ഹോൾഡറിൻ്റെ രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡയറക്ടറിൻ്റെ രീതിയിലായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ. നെക്സ്റ്റ് ആണ് ലീഗൽ പൊസിഷൻ ഓഫ് എ പ്രൊമോട്ടർ. പ്രൊമോട്ടറിൻ്റെ ലീഗൽ പൊസിഷൻ, ഒരു കമ്പനിയിൽ പ്രൊമോട്ടർ ആരാ എന്നാണ് നമ്മളടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ക്ലിയർലി സ്റ്റേറ്റ് ദ എക്സാക്ട് ലീഗൽ പൊസിഷൻ ഓഫ് എ പ്രൊമോട്ടർ. ഒരു പ്രൊമോട്ടറിൻ്റെ എക്സാക്ട് ലീഗൽ പൊസിഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. ബിക്കോസ് ഹീ ഈസ് നോട്ട് ആൻ ഏജൻറ്റ്, ബിക്കോസ് ദർ ഇസ് നോ പ്രിൻസിപ്പൾ. ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ് ഇല്ല ഇത്രയും കാര്യങ്ങൾ. ഇപ്പം എന്താണ്, അദ്ദേഹം ഒരു ഏജൻറ്റ് ആവുകയില്ല. കാരണം എന്താണ്, അവിടെ ഒരു പ്രിൻസിപ്പിൾ ഇല്ല. ഒരു പ്രിൻസിപ്പിൾ ഉണ്ടെങ്കിലേ അദ്ദേഹത്തിന് ഏജൻറ്റ് ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ എന്താണ്, അദ്ദേഹം ഒരു ട്രസ്റ്റി അല്ല. അപ്പോൾ ട്രസ്റ്റിയും അല്ല, ഒരു ഏജൻറ്റും അല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലീഗൽ പൊസിഷൻ എന്താണെന്ന് ക്ലിയർലി നമുക്ക് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് ആ ഒരു പ്രൊമോട്ടറിൻ്റെ പൊസിഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ദ പൊസിഷൻ ഓഫ് ദ പ്രൊമോട്ടർ ഇസ് ടേംഡ് ആസ് ക്വാസി ട്രസ്റ്റി. നമുക്ക് ആ ഒരു പൊസിഷൻ എന്ത് വിളിക്കാം? ക്വാസി ട്രസ്റ്റി എന്ന് വിളിക്കാം. ദിസ് ബിക്കോസ് ഓഫ് ദ ഫിഡ്യൂഷ്യറി പൊസിഷൻ ഹാസ് ബീൻ ഗിവൺ വിത്ത് ദ കമ്പനി ഹി ഈസ് പ്രൊമോട്ടിങ്. കാരണം അദ്ദേഹത്തിന് ഒരു ഫിഡ്യൂഷ്യറി പൊസിഷനാണ് ആ ഒരു കമ്പനിയിൽ ഉള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ക്വാസി ട്രസ്റ്റി എന്ന് വിളിക്കാൻ കാരണം. ഹി ഈസ് നോട്ട് എൻ ഏജൻറ്റ് ആൻഡ് ഹി ഈസ് നോട്ട് എ ട്രസ്റ്റി, സോ ഈസ് ടേംഡ് ആസ് എ ക്വാസി ട്രസ്റ്റി. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രൊമോട്ടറിൻ്റെ ഫിഡ്യൂഷ്യറി പൊസിഷനാണ് കൊടുക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പൊസിഷൻ കൊടുക്കും? കാരണം ഇറ്റ് ഈസ് എ പൊസിഷൻ ഓഫ് ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ്. നല്ല ട്രസ്റ്റും ഉണ്ടാവണം, കോൺഫിഡൻസിന് മാത്രമേ നമുക്ക് ആ ഒരു കമ്പനീനെ കെട്ടിപ്പണിക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു വർക്ക് ചെയ്യുന്നത് പ്രൊമോട്ടറാണല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു ഫിഡ്യൂഷ്യറി പൊസിഷൻ എന്ന് വിളിക്കാൻ കാരണമുള്ളത്.
അപ്പോൾ ഹൂ ഇസ് എ പ്രൊമോട്ടർ എന്നും അദ്ദേഹത്തിൻ്റെ ലീഗൽ പൊസിഷൻ എന്താണെന്നൊക്കെ വേണമെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റിൻ ചോദിക്കാം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് പ്രൊമോട്ടേഴ്സ്. ഇത് 5 മാർക്ക് ക്വസ്റ്റിൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പാണ്. വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് പ്രൊമോട്ടർ? ഫസ്റ്റ് പോയിന്റ് ആണ് the promoter must not make any secret profit at the expense of the company that is being formed. കമ്പനി ഫോം ചെയ്യുമ്പോൾ കമ്പനിയുടെ എക്സ്പെൻസിലൂടെ ഒരിക്കലും ഒരു പ്രൊമോട്ടർ സീക്രട്ട് പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പാടില്ല. ഇഫ് സച്ച് എ സീക്രട്ട് പ്രോഫിറ്റ് ഇസ് ഒബ്റ്റെയിൻഡ് ദ കമ്പനി ക്യാൻ ക്ലെയിം ദ ബെനിഫിറ്റ് ഫ്രം ദ പ്രൊമോട്ടർ. അങ്ങനെ ഏതെങ്കിലും സീക്രട്ട് പ്രോഫിറ്റ് പ്രൊമോട്ടർ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആർക്ക് ക്ലെയിം ചെയ്യാം? നമ്മുടെ കമ്പനിക്ക് അത് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് ആണ് the result of all the negotiations entered into by the promoter on behalf of the company should be given to the company itself. നമ്മുടെ കമ്പനി ഏതെങ്കിലും നെഗോസിയേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന ഏതൊരു വിഹിതം അത് എന്തായിക്കോട്ടെ അത് ആർക്ക് കൊടുക്കണം? അത് കമ്പനിക്കുള്ളത് തന്നെയാണ്. അത് ലോസോ പ്രോഫിറ്റ് ആയാലും അത് ആർക്കുള്ളതോ കമ്പനിക്കുള്ള, അല്ലാണ്ട് അത് പ്രൊമോട്ടറിനുള്ളതല്ല. തേർഡ് പോയിന്റ് ആണ് when the promoters enter into any contract with the company directly or indirectly. ഒരു പ്രൊമോട്ടർ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാണ് കമ്പനിയുടെ പേരും വെച്ച്, ഒന്നിൽ ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി. എനി ഇൻട്രസ്റ്റ് ഓർ പ്രോഫിറ്റ് ഓൺ ദ പാർട്ട് ഓഫ് ദ പ്രൊമോട്ടർ ഷുഡ് ബി ഫുള്ളി ഡിസ്ക്ലോസ് ടു ദ കമ്പനി. അങ്ങനെ ആ ഒരു ടൈമിൽ ഏതെങ്കിലും പ്രോഫിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റോ നമ്മുടെ പ്രൊമോട്ടർ നേടുകയാണെങ്കിൽ അത് എന്താണെന്ന് ഫുള്ളായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം കമ്പനിയോട്. നെക്സ്റ്റ് ആണ് ദ പ്രൊമോട്ടർ ഷുഡ് നോട്ട് കോസ് എനി അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രോഡ് ഓവർ എനി കോൺട്രാക്ട് വിത്ത് ദ കമ്പനി. കമ്പനിയായിട്ട് കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ ഫ്രോഡോ ഒന്നും ചെയ്യാൻ പാടില്ല. ദേ ഷുഡ് നോട്ട് മേക്ക് എനി അൺഫെയർ യൂസ് ഓഫ് ദെയർ പൊസിഷൻ. അവരുടെ പൊസിഷൻ ഉപയോഗിച്ച് അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടുള്ളതല്ല. നെക്സ്റ്റ് ടോപ്പിക്കാണ് റെമ്യൂണറേഷൻ ഓഫ് പ്രൊമോട്ടേഴ്സ്. പ്രൊമോട്ടേഴ്സിൻ്റെ റെമ്യൂണറേഷൻ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് ഓരോ പോയിന്റ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ആണ് ദ പ്രൊമോട്ടർ മേ പർച്ചേസ് ദ ബിസിനസ് ഓർ അതർ പ്രോപ്പർട്ടി ആൻഡ് സെൽ ദ സെയിം ടു ദ കമ്പനി അറ്റ് ഹയർ പ്രൈസ്. അപ്പോൾ പ്രൊമോട്ടറിന് വേണമെങ്കിൽ ഒരു ബിസിനസ് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാം. എന്നിട്ട് ആ സെയിം പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ബിസിനസ് എന്ത് ചെയ്യാം? കമ്പനിക്ക് വിൽക്കാം. പക്ഷേ അദ്ദേഹം മേടിച്ചേക്കാളും ഇരട്ടി വിലയിലേക്ക് അത് അല്ലെങ്കിൽ ഹയർ പ്രൈസിലേക്ക് അത് കമ്പനിയിലേക്ക് കൊടുക്കാം. ഓർ ഹി മേ സെൽ ഹിസ് ഓൺ ബിസിനസ് ടു ദ കമ്പനി അറ്റ് ഹയർ പ്രോഫിറ്റ്. അല്ലെങ്കിൽ എന്താണ്? അല്ലെങ്കിൽ സ്വന്തം ബിസിനസ് കമ്പനിയിലേക്ക് കൊടുക്കുകയാണ്, വിൽക്കുകയാണ്, പക്ഷെ അറ്റ് ഹയർ പ്രോഫിറ്റാണ്. അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റ് ഇല്ല, പ്രോഫിറ്റ് മാർജിൻ, അതാണ് അദ്ദേഹത്തിൻ്റെ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ പോയിന്റ് ആണ് കമ്മീഷൻ മേ ബി പെയ്ഡ് ടു ദ പ്രൊമോട്ടർ ഓൺ ദ പർച്ചേസ് പ്രൈസ് ഓഫ് ദ ബിസിനസ് ഓർ പ്രോപ്പർട്ടി അക്യൂർഡ് ബൈ ദ കമ്പനി ത്രൂ ഹിം. അപ്പോൾ എന്താണ്? അദ്ദേഹത്തിൻ്റെ പ്രൊമോട്ടറിൻ്റെ വഴി ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിക്ക് ഏതെങ്കിലും ഒരു ബിസിനസ് കിട്ടുകയോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി കിട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കമ്പനി എന്ത് കൊടുക്കും? അദ്ദേഹത്തിന് കമ്മീഷൻ പേ ചെയ്യുന്നതായിരിക്കും. അതും പ്രൊമോട്ടറിൻ്റെ ഒരു റെമ്യൂണറേഷൻ തന്നെയാണ്. തേർഡ് പോയിന്റ് ആണ് കമ്പനി മേ പേ ഹിം എ സർട്ടൺ ലംസം ആസ് റെമ്യൂണറേഷൻ ഫോർ ദ സർവീസ്. അല്ലെങ്കിൽ കമ്പനി എന്ത് ചെയ്യും? അദ്ദേഹത്തിന് ഒരു ലംസ എമൗണ്ട് പേ ചെയ്യും ഫോർ ദ റെമ്യൂണറേഷൻ. അദ്ദേഹം കമ്പനിക്ക് വേണ്ടി ചെയ്യുന്ന സർവീസിന് വേണ്ടി കമ്പനി അദ്ദേഹത്തിന് കുറച്ച് എമൗണ്ട് ആസ് എ റെമ്യൂണറേഷൻ പ്രൊവൈഡ് ചെയ്യായിരിക്കും. നാലാമത്തെയാണ് പ്രൊമോട്ടേഴ്സ് മേ ബി ഗിവൺ ഫുള്ളി ഓർ പാർട്ട്ലി പെർ ഷെയർ ഇൻ കൺസിഡറേഷൻ ഓഫ് ദ സർവീസ്. ആ സർവീസ് പ്രൊവൈഡ് തന്നുകൊണ്ട് അല്ലെങ്കിൽ സർവീസ് ചെയ്തുകൊണ്ട് പ്രൊമോട്ടേഴ്സിന് ആസ് എ കൺസിഡറേഷൻ എന്ത് ചെയ്യും? ഒന്നില്ലെങ്കിൽ ഫുള്ളി പെയ്ഡ് ഓഫ് ഷെയർ അല്ലെങ്കിൽ പാർട്ട്ലി പെയ്ഡ് ഓഫ് ഷെയറും കൊടുക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ആണ് ഹി മേ ബി ഗീവൺ എ കമ്മീഷൻ ഓൺ ദ ഷെയർ സോൾഡ്. അദ്ദേഹം ഏതെങ്കിലും ഷെയർ വിൽക്കുകയാണെങ്കിൽ അതിന് അദ്ദേഹത്തിന് കമ്മീഷൻ കൊടുക്കുന്നതായിരിക്കും. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ആണ് പ്രൊമോട്ടർ മേ ഗീവൺ ദ ഓപ്ഷൻ ടു സബ്സ്ക്രൈബ് വിത്തിൻ എ ഫിക്സഡ് പീരീഡ്. ഒരു ഫിക്സഡ് പീരീഡിനുള്ളിൽ അദ്ദേഹത്തിന് എന്താണ് കമ്പനിയുടെ അൺഇഷ്യൂഡ് ഷെയർ അറ്റ് പാർട്ടിന് ഒറിജിനൽ വിലയിൽ കമ്പനിയുടെ അൺഇഷ്യൂഡ് ഷെയർസ് മേടിക്കാനുള്ള ഒരു ഓപ്ഷൻ അതും കമ്പനി പ്രൊമോട്ടേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാമാണ് പ്രൊമോട്ടറിന് കിട്ടുന്ന റെമ്യൂണറേഷൻ അല്ലെങ്കിൽ സാലറി എന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രൊമോഷൻ എന്ന സ്റ്റേജിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് സ്റ്റേജ് ആണ് രജിസ്ട്രേഷൻ ഓഫ് കമ്പനി. എ കമ്പനി മേ ബി ഫോം ഫോർ എനി ലോഫുൾ പർപ്പസ് ബൈ 7 or more person were the company to be formed to be a public company. ലോഫുൾ പർപ്പസിന് വേണ്ടി ഒരു കമ്പനി ഫോം ചെയ്യുകയാണെങ്കിൽ അതിൽ 7 അതിൽ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ കമ്പനി എന്തിനു ഫോം ചെയ്യണമായിരിക്കും? അത് ഒരു പബ്ലിക് കമ്പനി ആയിട്ടായിരിക്കും അത് ഫോം ചെയ്യുക. 2 or more person ആണെങ്കിൽ were the company formed to be a private company. 2 അതിൽ കൂടുതൽ പേഴ്സൺ ആണെങ്കിൽ ആ കമ്പനി എന്തായിരിക്കും? ഒരു പ്രൈവറ്റ് കമ്പനി ആയിരിക്കും. 1 person were the companies formed to be 1 person company. ആ ഒരു കമ്പനി ആകെ ഒരു മെമ്പർ ഉള്ളെങ്കിൽ അത് 1 person കമ്പനിയും
1% കമ്പനി ഈസ് ഓൾസോ ട്രീറ്റഡ് ആസ് എ പ്രൈവറ്റ് കമ്പനി. 1% കമ്പനി എന്താണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്? ഒരു പ്രൈവറ്റ് കമ്പനി ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഈസ് ബൈ സബ്സ്ക്രൈബിംഗ് ദെയർ നെയിം to the memorandum and complying with the requirement of the Company Act in respect of registration. അപ്പോൾ ആ ഒരു ഫോർമേഷൻ എന്ത് ചെയ്യണം? നമ്മുടെ കമ്പനിയുടെ പേര് എന്ത് ചെയ്യണം? നമ്മളത് മെമ്മോറാൻഡിൽ കാണിക്കുകയും പിന്നെ നമ്മുടെ കമ്പനി ആക്ട് അനുസരിച്ചുള്ള റിക്വയർമെൻറ്റ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്ത് നമുക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ്. ഒരു കമ്പനി ഫോം ചെയ്യുമ്പോൾ കമ്പനി ഒന്നില്ലെങ്കിൽ ലിമിറ്റഡ് ബൈ ഷെയർ ആയിരിക്കും, അല്ലെങ്കിൽ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു അൺലിമിറ്റഡ് കമ്പനി ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം എന്താണ് ലിമിറ്റഡ് ബൈ ഷെയർ എന്നത്. എന്താണത്? അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പേഴ്സൺ ഒരു കമ്പനിയുടെ ഷെയർ മേടിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇത്ര എമൗണ്ട് പേ ചെയ്തിട്ടുണ്ടാവും. ഇനി ബാക്കിയുള്ള അൺപെയ്ഡ് എമൗണ്ട് ഇല്ലേ, അത്ര എമൗണ്ട് മാത്രമായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാവുന്ന ആ ഒരു ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതാണ് ലിമിറ്റഡ് ബൈ ഷെയർ എന്നത്. ഈ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആൾ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന കമ്പനിയിലെ ഷെയർ മേടിച്ചേക്കാണ്. അപ്പോൾ അദ്ദേഹത്തിനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ആ ടൈമിൽ ഞാൻ ഇത്ര എമൗണ്ട് തന്നേക്കാം എന്ന് ഏറ്റിട്ടുണ്ടാവും. ആ ഒരു അത്ര എമൗണ്ട് മാത്രമായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി എന്നത്. അപ്പോൾ നമുക്ക് കൃത്യം ഒരു കണക്കറിയാം ഇത്ര ലയബിലിറ്റി വരുള്ളൂ. അതാണ് ലിമിറ്റഡ് ബൈ ഷെയറും ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്നത്. എന്നാൽ ഒരു അൺലിമിറ്റഡ് കമ്പനിയാണ് എന്താണ്? അവിടെ ഇദ്ദേഹത്തിന് എത്രയായിരിക്കും അദ്ദേഹത്തിൻ്റെ ലിമിറ്റേഷൻ? ചിലപ്പോൾ ആ കമ്പനിയുടെ ഫുൾ ലോസും ലയബിലിറ്റിയും വഹിക്കേണ്ടി വരായിരിക്കും. അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ലാത്ത കേസുള്ള ഒരു കമ്പനിയാണ് അൺലിമിറ്റഡ് കമ്പനി എന്നത്. ഇനി ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ദ മെമ്മോറാൻഡം ദ പേഴ്സൺ ബിഹൈൻഡ് ദ കമ്പനി ഷുഡ് അസർട്ടൈൻ ഫ്രം ദ രജിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റ് കൺസേൺ വെദർ ദ നെയിം സജസ്റ്റഡ് ഈസ് അപ്രൂവ്ഡ്. അപ്പോൾ നമ്മൾ മെമ്മോറാൻഡം പ്രിപ്പയർ ചെയ്യുന്ന മുമ്പ് തന്നെ നമ്മൾ എന്ത് നോക്കണം? നമ്മുടെ പേര്, നമ്മൾ കമ്പനിക്ക് കിട്ടുന്ന പേര് അത് അപ്രൂവ് ചെയ്യുമോ ഇല്ലയോ എന്ന് നമ്മൾ അത് നോക്കണം. For this purpose, the promoter may give a list of names in the order of preference to the registrar. അപ്പോൾ രജിസ്ട്രാറിൻ്റെ കയ്യിൽ പ്രൊമോട്ടർ ഇടാൻ ആഗ്രഹമുള്ള പേരുകൾ, ആ കമ്പനിക്ക് ഇടാൻ താല്പര്യമുള്ള പേരുകൾ, അവരുടെ വിഷ് ലിസ്റ്റ്, ആ ഒരു ഏറ്റവും താല്പര്യമുള്ള പേര് ആദ്യം അങ്ങനെ ഒരു ഓർഡറിൽ നമ്മുടെ രജിസ്ട്രാറിനോടെ കൊടുക്കും. If the name of the company is identical or too close resembling the name of an existing company, it may not be approved. ഇപ്പോൾ നമ്മുടെ പേര് വേറൊരു എക്സിസ്റ്റിംഗ് കമ്പനിയായിട്ട് ബന്ധമുള്ള പേരാണെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു റിസംബ്ലിംഗ് ഒരു സാമ്യം തോന്നുകയാണെങ്കിൽ അങ്ങനെയുള്ള പേര് എന്ത് ചെയ്യില്ല, നമ്മുടെ രജിസ്ട്രാർ അനുവദിക്കുകയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ പേര് മാറ്റേണ്ടി വരും. നെക്സ്റ്റ് ആണ് ഫോർമേഷൻ ഓഫ് എ 1% കമ്പനി. ഇനി 1% കമ്പനിയുടെ ഫോർമേഷൻ പറഞ്ഞിരുന്നു. ആകെ ഒരു കമ്പനിയിൽ ഒരു പേഴ്സൺ മാത്രമേ ഉണ്ടാവുള്ളൂ, ആസ് എ മെമ്പർ ഉണ്ടാവുകയുള്ളൂ. The Act provides that the memorandum of 1% company shall indicate the name of one other person who shall in the event. അപ്പോൾ എന്താണ് നമ്മുടെ ആക്ട് പറഞ്ഞിട്ടുണ്ട്, മെമ്മോറാൻഡം ഓഫ് 1% കമ്പനിയിൽ വേറൊരു വ്യക്തിയുടെ നെയിം കൂടിയും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. അതെന്തിനു വേണ്ടി നമുക്ക് നോക്കാം. In the case of subscriber's death or his incapability or to contract become member of the company. അപ്പോൾ എന്താണ് ആ ഒരു ടൈമിൽ ഏതെങ്കിലും അവസ്ഥയിൽ ആ ഒരു കമ്പനിയുടെ മെമ്പർ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് ഇൻകപ്പാസിറ്റി എന്തെങ്കിലും പ്രശ്നം കാരണം ആ ഒരു കോൺട്രാക്ട് ഏതെങ്കിലും കമ്പനിയുടെ കോൺട്രാക്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയോ ചെയ്തില്ലെങ്കിൽ ആ ടൈമിൽ ആ കമ്പനി മെമ്പറായി മാറാൻ പറ്റിയ ഒരാളെയാണ് നമ്മളവിടെ അനദർ പേഴ്സൺ നമ്മൾ ആ ഒരു പേര് മെമ്മോറാൻഡിൽ കാണിക്കുന്നത്. അപ്പോൾ അയാൾ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹമായിരിക്കും ആ ഒരു അനദർ പേഴ്സൺ ആയിരിക്കും ആ കമ്പനി മുന്നോട്ട് കൊണ്ടുപോവുക. ദ നെയിം ഷാൽ ബി മെൻഷൻഡ് ഇൻ ദ മെമ്മോറാൻഡം ഓൺലി വിത്ത് ഹിസ് പ്രയർ റിട്ടേൺ കൺസെൻറ്റ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം. അപ്പോൾ എന്താണ് ആ ഒരു അനദർ പേഴ്സൻ്റെ നെയിം ആ മെമ്മോറാൻഡിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൺസെൻറ്റ്, അദ്ദേഹം റെഡിയാണെന്ന ഒരു കൺസെൻറ്റ് അതും റിട്ടേൺ ഫോമിൽ റിട്ടേൺ കൺസെൻ്റ് ആയിട്ട് അതിൽ കാണിച്ചിട്ടുണ്ടാവണം. മോറോവർ ദ റിട്ടേൺ കൺസെൻറ്റ് ഓഫ് സച്ച് പേഴ്സൺ ഷാൽ ഓൾസോ ബി ഫയൽഡ് വിത്ത് രജിസ്റ്റർ അറ്റ് ദ ടൈം ഓഫ് ഇൻകോർപ്പറേഷൻ ഓഫ് 1% കമ്പനി എല്ലാം വിത്ത് ദിസ് മെമ്മോറാൻഡം ആൻഡ് ആർട്ടിക്കിൾസ്. അതുപോലെ തന്നെ എന്താണ് ആ റിട്ടേൺ കൺസെൻറ്റ് നമ്മൾ എവിടെ കാണിക്കണം? രജിസ്ട്രാറിനെ കാണിക്കണം അറ്റ് ദ ടൈം ഓഫ് ഇൻകോർപ്പറേഷൻ. 1% കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ ടൈമിൽ മെമ്മോറാൻഡം ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് സബ്മിറ്റ് ചെയ്യണം? ഈ ഒരു അതർ പേഴ്സൻ്റെ ആ ഒരു റിട്ടേൺ കൺസെൻറ്റ് കൂടിയും സബ്മിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ആ ഒരു 1% കമ്പനിയുടെ ഫോർമേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഇനി ആ 1% കമ്പനിയുടെ അനദർ പേഴ്സൻ്റെ കേസിൽ കുറച്ച് റൂൾസുകളുണ്ട്. ആ ഒരു റൂൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് the other person whose name is mentioned in the memorandum may withdraw his consent in such a manner as may prescribed. അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്താണ് ആ ഒരു അതർ പേഴ്സൻ്റെ നെയിം വിഡ്രോ ചെയ്യാം. നമ്മുടെ ആ ഒരു കമ്പനി ആക്റ്റിലോ അല്ലെങ്കിൽ രജിസ്ട്രാർ പറഞ്ഞിരിക്കുന്ന ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? അതർ പേഴ്സൻ്റെ നെയിം നമ്മുടെ മെമ്മോറാൻഡിൽ നമുക്കത് വിഡ്രോ ചെയ്യാവുന്നതാണ്. വിത്ത്ഡ്രോൺ ഹിസ് കൺസെൻറ്റ്, ആ ഒരു കൺസെൻറ്റ് വിഡ്രോ ചെയ്യാൻ അതർ പേഴ്സണിന് സാധിക്കും. രണ്ടാമത്തെ മെമ്പർ ഓഫ് 1% കമ്പനി മേ അറ്റ് എനി ടൈം ചേഞ്ച് ദ നെയിം ഓഫ് സച്ച് അതർ പേഴ്സൺ ബൈ ഗിവിംഗ് നോട്ടീസ് ഇൻ സച്ച് എ മാനർ ആസ് മേ പ്രിസ്ക്രൈബ്ഡ്.
ഏതൊരു സമയത്ത് വേണമെങ്കിലും ആ മെമ്പർ നമ്മുടെ 1% കമ്പനി ഒറിജിനൽ മെമ്പറില്ലേ, മെമ്പറിന് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു അതർ പേഴ്സൻ്റെ പേര് മാറ്റാം. എപ്പോഴാണ് നമുക്കത് ആവശ്യം വരുന്നത് പറയാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ ആ ഒരു അതർ പേഴ്സൺ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ അതർ പേഴ്സൻ്റെ നെയിം മാറ്റാം. അത് തന്നിരിക്കുന്ന ഒരു നോട്ടീസ് കൊടുത്തിട്ട് പ്രിസ്ക്രൈബ്ഡ് മാനറിൽ നമുക്കത് പേര് മാറ്റാവുന്നതാണ്. It shall be duty of the member of 1% company to initiate the company the change, if any, in the name of the other person nominated by him by indicating memorandum or otherwise within such time in such a manner as may prescribed. അപ്പോൾ ആ ഒരു 1% കമ്പനിയിലെ മെമ്പറിൻ്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഡ്യൂട്ടിയാണ് കമ്പനി സംഭവം അറിയിക്കുക, ഇങ്ങനെ ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് അറിയിക്കുക. എങ്ങനെ അറിയിക്കേണ്ടത് കമ്പനീനെ, അത് മെമ്മോറാൻഡത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴിയിലോ ആ ഒരു ടൈം പീരീഡിൽ അത് കൃത്യമായിട്ട് നമ്മൾ ഒരു പ്രിസ്ക്രൈബ്ഡ് മാനർ തന്നെ നമ്മൾ അത് അറിയിക്കേണ്ടതാണ്. ലാസ്റ്റ് വൺ ആണ്, ആക്ട് മേക്സ് ഇറ്റ് ക്ലിയർ ദാറ്റ് എനി സച്ച് ചേഞ്ച് ഇൻ നെയിം ഓഫ് ദ പേഴ്സൺ ഷാൽ നോട്ട് ബി ഡീംഡ് ടു ബി ആൻ ഓൾട്ടർനേഷൻ ഓഫ് ദ മെമ്മോറാൻഡം. അപ്പോൾ എന്താണ്, അങ്ങനെ ഒരു ചേഞ്ച് വന്നു എന്നത് ഒരിക്കലും എന്താണ് അതൊരു മെമ്മോറാൻഡൻ്റെ ഓൾട്ടർനേഷനായിട്ട് നമുക്ക് ഒരിക്കലും തന്നെ കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫോർമേഷൻ 1% കമ്പനിയിൽ വന്നിട്ടുള്ളത്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. 1% കമ്പനിയുടെ റൂൾസ് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പാരഗ്രാഫും പിന്നെ ഈ ഒരു പറഞ്ഞിരിക്കുന്ന 4 പോയിന്റ്സ് വെച്ച് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ ഈ ഒരു ടോപ്പിക്കിലൂടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ആവാണ്. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ബ്രൈറ്റ് ഫ്യൂച്ചർ എന്നത്.